ജെട്ടി മോഷണ കേസിൽ പ്രതിയായ ആന്റണി രാജുവിന്റെ 2016 സ്ഥാനാർത്ഥിത്വത്തെ ഇല്ലാതാക്കിയത് വി.എസ്. അച്യുതാനന്ദന്റെയും അക്കാലത്തെ CPI സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളായിരുന്നു. ആദ്യം വി.എസ്. അച്യുതാനന്ദന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം. LDF അതൊന്നും അംഗീകരിക്കുന്നില്ല. അവരൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാകില്ല, ആയിരിക്കില്ല. ഇനി വെളിയം ഭാർഗവന്റെ വാക്കുകളൊന്ന് കേട്ടുനോക്കാം. നിങ്ങൾ എന്തോ അറിയേണ്ടതിന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞു. നീലിനൊരു കേസിൽ പ്രതിയാണ്, ആന്റണി രാജു വേറൊരു കേസിൽ ഇപ്പോൾ പ്രതിയായിട്ട് ഒരാഴ്ച 2 ആഴ്ച ആയുള്ളൂ. അങ്ങനെ പ്രതിയായി ഇരിക്കുമ്പോൾ ഒരു കാൻഡിഡേറ്റായി മത്സരിക്കുന്നത് LDFന്റെ മുഖച്ഛായക്ക് നല്ലതല്ല. അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് നീലിനോട് പ്രത്യേക വിരോധമില്ല, ആന്റണി രാജുവിനോട് പ്രത്യേക വിരോധമൊന്നും ഞങ്ങൾക്ക്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാവാൻ പോലും യോഗ്യതയില്ലെന്ന് വി.എസും വെളിയം ഭാർഗവനും ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ച് കണ്ടം വഴി ഓടിച്ച ആന്റണി രാജുവിനെ മന്ത്രിയാക്കിയ വിജയനെ പേരെടുത്ത് പറയാതെ വിനു വി. ജോൺ വലിച്ചു കീറിയത് എങ്ങനെയാണെന്നൊന്ന് കേട്ടുനോക്കാം. അങ്ങനെ 2006 നിന്ന് 15 വർഷം പിന്നിട്ട് 2021 എത്തിയപ്പോൾ ഇപ്പോൾ നാം കണ്ട ഈ നേതാക്കന്മാരുടെ സ്ഥാനത്തുള്ള അപ്പോഴത്തെ നേതാക്കൾക്ക് ഈ ധാർമ്മികത ഒന്നും ഉണ്ടായില്ല. സ്ഥാനാർത്ഥിത്വം കൊടുത്തു വിജയിച്ചു, മന്ത്രിയുമാക്കി. കൂടുതലൊന്നും പറയാനില്ല. ഒരു കാലത്ത് ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരുകളുണ്ടായിരുന്ന ഇടതുപക്ഷത്തെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വേരറുത്തുമാറ്റി അധമപക്ഷമാക്കി മാറ്റിയ വിജയന് ആന്റണി രാജു അന്ന് അടിച്ചുമാറ്റിയ ജെട്ടിയുടെ വിലയെങ്കിലും ഇന്ന് പൊതുസമൂഹത്തിലുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.